സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. കാണ്ടോ 1 അധ്യായം 2, 3, 4. ആദ്യത്തെ ചോദ്യം: ദേവി എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നതെങ്ങനെ? ദേവി സർവഭൂതങ്ങളിലും അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യം: ദേവി ഭാഗവത ഗ്രന്ഥത്തിൽ എത്ര ശ്ലോകങ്ങൾ, എത്ര അധ്യായങ്ങൾ? കൃഷ്ണദ്വൈപായനൻ രചിച്ച ഉത്തമമായ ഈ ഗ്രന്ഥത്തിൽ 12 സ്കന്ധങ്ങളും 318 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളും ഉണ്ട്. മൂന്നാമത്തെ ചോദ്യം: ദേവി ഭാഗവതത്തിന്റെ ലക്ഷണങ്ങൾ എത്ര, ഏത്? സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരങ്ങൾ, വംശാനുചരിതം എന്നിങ്ങനെ 5 ലക്ഷണങ്ങൾ ഉണ്ട്. അതായത് സർഗം, പ്രതിസർഗം തുടങ്ങിയവ യഥോചിതം വർണ്ണിച്ചിരിക്കണം എന്നർത്ഥം. നാലാമത്തെ ചോദ്യം: കലിക്ക് പ്രവേശനമില്ലാത്ത സ്ഥലം, അതിന് ആ പേര് വന്നതെങ്ങനെ? കലികാലം ഭീതിജനകമാണ്. മുനിമാർക്ക് ചെയ്യേണ്ട യാഗാദി കർമ്മങ്ങളെയെല്ലാം അത് ബാധിക്കും. അതാണ് അവർക്ക് ഭയം. അവർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. അങ്ങനെ ഭയപ്പെട്ട നൈമിഷാരണ്യവാസികളോട് മനോമയമായ ഒരു ചക്രം നൽകിക്കൊണ്ട് ബ്രഹ്മാവ് നിർദ്ദേശിച്ചു: ഈ ചക്രത്തിന്റെ പിന്നാലെ പോയിക്കൊള്ളുവിൻ. ഇത് എവിടെയാണോ വീണ് തകരുന്നത് ആ ദേശം പാവനമാണ്. കലി ആ സ്ഥലത്ത് ഒരിക്കലും പ്രവേശിക്കുകയുമില്ല. മനോമയമായ ആ ചക്രം ഉരുട്ടിക്കൊണ്ട് മുനിമാർ ഈ സ്ഥലത്തെത്തിയപ്പോൾ തകർന്നു വീണു. ഈ സ്ഥലം പാവനമായ നൈമിഷ ക്ഷേത്രമെന്ന് പ്രസിദ്ധമായി. ചോദ്യം 5: വ്യാസമഹർഷി പുരാണങ്ങൾ രചിച്ചത് എന്തിന്? കലികാലത്ത് ബ്രാഹ്മണർ അല്പായുസുകളും അല്പബുദ്ധികളുമായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് വ്യാസൻ യുഗംതോറും പുണ്യപുരാണങ്ങൾ രചിക്കുന്നു. സ്ത്രീകൾ, ശൂദ്രന്മാർ, ബ്രാഹ്മണരിൽ കുറഞ്ഞവർ, വേദശ്രവണം വിധിച്ചിട്ടുള്ളാത്തവർ, അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പുരാണങ്ങൾ രചിക്കുന്നത്. ആറാമത്തെ ചോദ്യം: സൂതൻ ദേവി ഭാഗവതം ശ്രവിച്ചത് ഏത് വ്യാസനിൽ നിന്നാണ്? കൃഷ്ണദ്വൈപായനിൽ നിന്നാണ് ശ്രീമദ് ഭാഗവത പുരാണം സൂതന് കേൾക്കുവാൻ കഴിഞ്ഞത്. ഏഴാമത്തെ ചോദ്യം: വ്യാസമഹർഷി ദേവി ഭാഗവതം രചിച്ച ശേഷം ആരെ പഠിപ്പിച്ചു? വൈരാഗ്യം വന്നവനും അരണിയിൽ ജനിച്ചവനും മഹാത്മാവുമായ ശുഗൻ എന്ന പുത്രനെ പഠിപ്പിച്ചു. എട്ടാമത്തെ ചോദ്യം: വ്യാസമഹർഷിക്ക് ഒരു പുത്രൻ വേണമെന്ന ആഗ്രഹം ഉണ്ടായതെങ്ങനെ? കുരിയിൽ ദമ്പതികൾക്ക് തങ്ങളുടെ ആ പക്ഷിക്കുഞ്ഞിനോടുള്ള പ്രേമാതിരേകം കണ്ടിട്ട് ആഗ്രഹം തോന്നി. ഒൻപതാമത്തെ ചോദ്യം: തപസ് ചെയ്യാൻ പോയ വ്യാസമഹർഷി കണ്ടുമുട്ടിയതാരെ? അദ്ദേഹം ഉപദേശിച്ചത് എന്ത്? നാരദനെ കണ്ടു. ദേവി തൃപ്പാദങ്ങൾ ഭജിച്ചു കൊള്ളുക, അതിനായി മേരുപർവ്വതത്തിലേക്ക് പോവുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. താങ്ക് യു.